വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമാണ് അടുത്ത് തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാം അതിൻ്റെ സിലബസ് നമുക്ക് 10th റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനായിട്ട് എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എസ്പെഷ്യലി ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി ഏരിയാസ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏത് ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, ഹിസ്റ്ററി ആണ് അത് എങ്ങനെ പഠിക്കേണ്ടത് എന്നറിയില്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രാന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ. അത് 10 മാർക്കിൻ്റെയാണ് അവിടെ വരുന്നത്. അപ്പോൾ 10 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഈ ഏരിയ പഠിക്കാനുണ്ട്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി എന്ന് പറയുമ്പോൾ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്ന രാഷ്ട്രീയ സാമൂഹികപരമായിട്ടുള്ള ആ ഒരു പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മുന്നേറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, അത് 10 മാർക്കിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് കേരളത്തിലുണ്ടായ, കേരള ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതായത് നമുക്കറിയാം 1857 റിവോൾട്ട് അതുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ അതിനുശേഷവും നമുക്കറിയാം ആ ഒരു ആൻഷ്യൻ ഹിസ്റ്ററി തൊട്ട് നമ്മൾ പഠിക്കണം. അതായത് പഴശ്ശിരാജ, അതുപോലെ തന്നെ ആദ്യമായിട്ടുണ്ടായ ആ ഒരു കലാപങ്ങൾ ഏതൊക്കെ, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, അത് തൊട്ട് നമ്മൾ വേലുത്തമ്പി റിവോൾട്ട്, ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതിൽ നമ്മൾ ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, വി.ഡി. ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ. അപ്പൊ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒത്തിരി സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റി പഠിക്കണം. ഈ ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടേക്കുന്നതാണ്. അതും എത്രയാണ്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഏറ്റവും PSC എക്സാംസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ SCERT ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടാൻ, അതായത് ഒട്ടും അറിയാത്തൊരു ഏരിയ ആണ് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് SCERT ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും നന്നായിട്ട് നോക്കി പോകേണ്ടത്. അതായത് 5ാം ക്ലാസ് തൊട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നോക്കുക. ബേസ് ഇല്ലാത്തവർ 5 തൊട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നോക്കുക. അങ്ങനെ നോക്കി ആ ഒരു ഹിസ്റ്ററി ഏരിയാസുകൾ നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് കേരള ഹിസ്റ്ററി ഉണ്ടാവും, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടാവും. ആ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കുക. അതിൽ 5 തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കണമെങ്കിൽ 8ാം ക്ലാസ് ഉള്ളത് തൊട്ട് 8, 9, 10 ക്ലാസ്സുകളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും അതായത് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയാസ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 8, 9, 10 ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൽ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4, അതിൽ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പുകളും. ഇവിടെ നമ്മൾ ഒത്തിരി ഏരിയാസുകൾ പഠിക്കാനുണ്ട്. ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ. അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക ആ ഒരു ഏരിയ. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 8ലെ, ഇപ്പോൾ അത് ഹിസ്റ്ററി മാത്രമല്ല ജോഗ്രഫി പഠിക്കുകയാണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും നമുക്ക് ഏറ്റവും പഠിക്കാനായിട്ട് എളുപ്പം, അതുപോലെ തന്നെ ബേസ് കൊടുത്ത് പഠിക്കാനായിട്ട് നമുക്ക് വേറൊരു റാങ്ക് ഫയലിനെയും നമുക്ക് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. SCERT ചാപ്റ്റേഴ്സ് വായിച്ച് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല നോളജും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ PSCക്ക് ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പോൾ ഇതൊരു മോഡലാണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. അങ്ങനെ 9ലെയും 8ലെയും 7ലെയും 6ലെയും 5ലെയൊക്കെ ടെക്സ്റ്റുകൾ നന്നായിട്ട് തന്നെ നിങ്ങൾ വായിച്ചു പഠിക്കേണ്ടതാണ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കളവങ്കോട്, അരുവിപ്പുറം, ശിവഗിരി, തലശ്ശേരി. ഏതാണ്? അരുവിപ്പുറം അല്ലെ. നമുക്കറിയാം അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വർഷം 1888 അല്ലെ. നമുക്കറിയാം അരുവിപ്പുറം വിപ്ലവം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് ഏതാണ്? ഈ
പ്രതിഷ്ഠയാണ് അല്ലെ. അരുവിപ്പുറം വിപ്ലവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ശിവശതകം. ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ റിനൈസൻസ്, കേരള റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം റിനൈസൻസ് ഏരിയയിൽ ഒത്തിരി ഫിഗേഴ്സിന് നമുക്ക് പഠിക്കാൻ, ഒത്തിരി ആളുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിലേറ്റവും നവോത്ഥാന കാലഘട്ടത്തിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. അത് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഫാക്റ്റുകൾ, അതിനെ റിലേറ്റ് ചെയ്ത് ഒത്തിരി ഫാക്റ്റുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇത് മാത്രമല്ല, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. എന്താണ്? ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയും അല്ലെ. അരുവിപ്പുറം വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഇനി നെക്സ്റ്റ് നോക്കുക, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദിക്കുന്നത്. ഇതും എന്താണ്? കേരള റിനൈസൻസുമായി റിലേറ്റ് ചെയ്ത് വന്നതാണ് അല്ലെ. കല്ലുമാല സമരം നോക്കിക്കേ, കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് സമരം, ഇത് രണ്ടും സെയിം തന്നെയാണ് അല്ലെ. കല്ലുമാല ഓർ പെരുന്നാട്, അതായത് കല്ലുമാല സമരം ഏറ്റവും കൂടുതൽ നടന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പെരുന്നാടാണ്. ഇത് ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അയ്യങ്കാളി അല്ലെ. അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമുക്ക് എന്ത് പറയുന്നത്? കല്ലുമാല സമരം പറയുന്നത്. അപ്പൊ അയ്യങ്കാളി ആരാണ്? കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അതുപോലെ ഒത്തിരി വിശേഷങ്ങളുണ്ട് അയ്യങ്കാളിക്ക്. കറുത്ത സൂര്യൻ, ആളിക്കത്തി തീപ്പൊരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണ്. ഇനി അയ്യങ്കാളിയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്നാണ് കല്ലുമാല സമരം, പെരുന്നാട്. അതുപോലെ തന്നെ വേറൊന്നാണ് ഊരൂട്ടമ്പലം ലഹള എന്ന് പറഞ്ഞാൽ ഊരൂട്ടമ്പലം ഓർ 90-ാം ആണ്ട് ലഹള എന്ന് പറയും. 90-ാം ആണ്ട് ലഹള അതെന്താണ്? അതായത് പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയെ സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ അവർണർക്കൊപ്പം സാധാരണ ആൾക്കാരോടൊപ്പം പഠിക്കാനായിട്ട്. പക്ഷേ അതിൽ കുപിതരായിട്ടുള്ള കുറച്ച് മുതിർന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടായ സമരമാണ് ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അയ്യങ്കാളിയുമായിട്ട് എടുത്ത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ടത് ഒന്നാണ് വില്ലുവണ്ടി സമരം അല്ലേ. വില്ലുവണ്ടി സമരം, വില്ലുവണ്ടി സമരം, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. നെക്സ്റ്റ് എന്താണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, സർദാർ KM പണിക്കർ, ജവഹർലാൽ നെഹ്റു. ആരാണ്? സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത്. അപ്പൊ പഴശ്ശിരാജ എന്ന് പറയുമ്പോൾ കേരള ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവങ്ങൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളുടെ അല്ലെ, തലക്കൽ ചന്തു, ഇതൊക്കെ നമുക്ക് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്താണ് പറയുന്നത് അല്ലെ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ സംഭാവന അറിയിച്ച പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മസമാജമാണ് വരുന്നത് അല്ലെ. ബ്രഹ്മസമാജം. ആരെയാണ് ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ആരെയാണ്? രാജാറാം മോഹൻ റോയ് അല്ലെ. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം ആരംഭിച്ചത്. ഇനി ഇത് ഏത് വർഷമാണ് എന്ന് പഠിക്കണം. അതായത് ബ്രഹ്മസമാജം സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ് എന്ന് കറക്റ്റായിട്ട്, അതായത് ഹിസ്റ്ററിയിൽ ഏറ്റവും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഇയർ. അത് നന്നായിട്ട് പഠിച്ചു പോകുക. അപ്പൊ ഏത് വർഷമാണ് ബ്രഹ്മസമാജത്തിന്റെ ഇയർ? 1828 ആണ് അല്ലെ. 1828. ഇനി 1898 അത് കേരളത്തിലെ കോഴിക്കോട് ആരംഭിച്ചു. ആടെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ നേതൃത്വത്തിൽ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ. അത് കറക്റ്റായിട്ട് ഓർക്കുക ഏത് വർഷമാണ്. ഈ ഡോക്ടർ അയ്യത്താൻ ഗോപാലുമായി റിലേറ്റ് ചെയ്തു ഒത്തിരി ക്വസ്റ്റ്യൻസ് ബ്രഹ്മസമാജവുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇയറും ആരാണ് എന്നുള്ളതും എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും കറക്റ്റായിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, സിഡ്നി റൗലറ്റ് കമ്മീഷൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ. നോൺ കോപ്പറേഷൻ
നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഗാന്ധിജി നടത്തിയ 3 മാസമായിട്ടുള്ള ഒരു മൂവ്മെന്റിൽ ഒന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഒന്ന് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നെക്സ്റ്റ് എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിലേതാണ്? സൈമൺ കമ്മീഷനാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇയർ പഠിക്കണം അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം, ഇതൊക്കെ ഇതിന്റെ ഇയറുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഈ സൈമൺ കമ്മീഷന്റെ ഇയർ എത്രയാണ്? 1928 ആണ് സൈമൺ കമ്മീഷന്റെ ഇയർ എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് 1919 തുടങ്ങിയ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് പിന്നീട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ടുള്ള മെയിൻ റീസണിൽ ഒന്നാണ് സിഡ്നി റൗലറ്റ് ആക്ട്, സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. അതായത് വിചാരണ കൂടാതെ ആരെയും സംശയം തോന്നുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ആരെയും പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യാതെ തൂക്കിലേറ്റാനും ശിക്ഷിക്കാനുള്ള ഒരു അവകാശം അല്ലെ. അതിനെതിരെ അതാണ് എന്ത് സിഡ്നി റൗലറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സിഡ്നി റൗലറ്റ് കമ്മീഷൻ ആക്ട് ആ ഒരു നിയമം എന്ന് പറഞ്ഞത്. ഇനി ഇതിനെതിരെയാണ് എന്ത് ജാലിയൻ വാലാബാഗ് ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ്. നമുക്കറിയാം എവിടെയാണ്? പഞ്ചാബിലാണ് അല്ലെ. നമുക്കൊരു മാസഗർ, ജാലിയൻ വാലാബാഗ് മാസഗർ, അതിന്റെ വർഷമൊക്കെ നമുക്കറിയാം 1919 ഏപ്രിൽ 13-നാണ്. ഇനി ഇതിന് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഗാന്ധിജി ആരംഭിച്ചത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ടുള്ള മെയിൻ റീസൺ ആയിട്ട് വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ചുവട് വെച്ചിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അതിന് റീസൺ ആയിട്ട് വരുന്നത് ഒന്ന് എന്താണ്? സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ടും ജാലിയൻ വാലാബാഗുമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തുടക്കമിടാൻ ഗാന്ധിജിക്ക് കാരണമായ 2 സംഭവങ്ങൾ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നാണ് ചോദിക്കുന്നത്. ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടേക്കുന്ന ഒരു ഏരിയയാണ്, INC-യുമായി റിലേറ്റ് ചെയ്ത് അല്ലെ. ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുമ്പോൾ ആരെയാണ് ഓർക്കേണ്ടത്? സരോജിനി നായിഡു. ആദ്യ വനിത എന്ന് പറയുമ്പോൾ ആരാണ്? ആനി ബെസന്റ് ആണ് അല്ലെ. ആനി ബെസന്റ് ആണ് ആദ്യ വനിത എന്ന് പറഞ്ഞാൽ. ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ INC പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത് സോണിയാഗാന്ധിയാണ്. വനിതയായിട്ട് വരുന്നത് സോണിയാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വനിതയായിട്ട് വരുന്നത് ആരാണ്? സോണിയാഗാന്ധി. അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രസിഡന്റായ വനിതയായിട്ട് വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. അതുപോലെ തന്നെ ഏത് സമ്മേളനത്തിലാണ് ഇവര് പ്രസിഡന്റ് സ്ഥാനമേറ്റത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു തന്റെ അവസാനത്തെ ജയിൽവാസ സമയത്താണ് ഈ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചത്. ഇത് പ്രസിദ്ധീകരിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1944 ഇനി അതുപോലെ തന്നെ എവിടെയാണ്, ഏത് ജയിലിലാണ്? അഹമ്മദ് നഗർ കോട്ടയിലെ ജയിലിലാണ്. അഹമ്മദ് നഗർ കോട്ടയിലെ ജയിലിൽ ഇരുന്നിട്ടാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചത്. അതിന്റെ വർഷങ്ങൾ, പബ്ലിഷ് ചെയ്ത വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇപ്പോൾ നമുക്ക് PSC-യിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഏരിയയാണ് 1857 റിവോൾട്ട് അല്ലെ. നമുക്കറിയാം മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ നിന്ന് കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും ഡൽഹിയിലെ ആ ഒരു ചക്രവർത്തിയായിട്ടിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ആ ഒരു ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് വാഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നാനാ സാഹിബ് ആയാലും താന്തിയ തോപ്പി, മൗലവി അഹമ്മദുള്ള, ഝാൻസി റാണി തുടങ്ങിയ ഒത്തിരി 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട ഒത്തിരി നേതാക്കന്മാരുണ്ട്. അവർ ഏതൊക്കെ ഇന്ത്യയിലെ പ്രദേശങ്ങളിലാണ് നേതൃത്വം വഹിച്ചത്, കലാപത്തിന് നേതൃത്വം വഹിച്ചത് എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുക. അപ്പൊ ഇവിടെ ചോദിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. എന്താ? ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആര് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അതാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി നാനാ സാഹിബ് ഇന്ത്യയിലെ ഏത് ഏരിയയിലാണ് കലാപം നയിച്ചത്? നാനാ സാഹിബ് കലാപം വഹിച്ചത് കാൺപൂരിലാണ്. കാൺപൂർ. അതുപോലെ തന്നെ താന്തിയ തോപ്പി കാൺപൂരിലും അതുപോലെ തന്നെ ഗ്വാളിയാറിലും നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. ഫൈസാബാദ്. അപ്പൊ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതെന്നാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ്? 1917 ആണ്. 1917. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇതിൽ പങ്കെടുത്ത ആ ഒരു സമയം അല്ലെങ്കിൽ അതിന്റെ ആരംഭം, അവിടെ പ്രധാനമായിട്ടും അദ്ദേഹം 3
സമരങ്ങളാണ് നടത്തിയത് അല്ലെ. ഒന്ന് ചമ്പാരൻ, അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഖേദ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അതുപോലെ തന്നെ ഖേദ. അഹമ്മദാബാദും ഖേദയും ഏത് വർഷമാണ്? 1918 അല്ലെ, 1918. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഖേദയും അതുപോലെ തന്നെ അഹമ്മദാബാദും ഏത് വർഷമാണ്? 1918. അതിനുശേഷമാണ് അദ്ദേഹം മാസമായിട്ടുള്ള 3 മൂവ്മെന്റുകൾ ചെയ്തത്. ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻ, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതിന്റെയും വർഷങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് മുന്നേയൊക്കെ ചോദിച്ചു കണ്ടേക്കുന്ന ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഏതൊക്കെ ഏരിയാസുകൾ പഠിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ നന്നായിട്ട് പഠിക്കുക. ഇനി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് അറ്റൻഡ്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസിന് കോൺടാക്ട് ചെയ്യുക 8590202323. അപ്പോൾ എല്ലാവരും മറക്കരുത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കോഴ്സിൽ മെയിനായിട്ട് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, PDF നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ആഴ്ചയിൽ വരുന്ന ലൈവ് ക്ലാസ്സസ് സെക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ എക്സാംസുകൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒത്തിരി പ്രത്യേകതയുള്ള ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മറക്കരുത്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.